കേട്ടോ. ടീത്തിൻ്റെ ടൈപ്സ് ഓഫ് ഹ്യൂമൻ ടീത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണമായിരുന്നു. അത് പല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. നൈസ് ഇങ്ങനെ വരുന്നു. ഇതാണ് പ്രൊജക്റ്റ് ഞാൻ തയ്യാറാക്കിയത്. അടിപൊളിയല്ലേ? എന്നെ കൊണ്ട് അവിടെ പോലൊക്കെ ഉണ്ടാക്കി. ഇതാണ് എൻ്റെ അമ്മ ചെയ്ത GS പ്രൊജക്റ്റ്. ഒരു ടീത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് വളരെ സംഭവമായി. ഇതിവിടെ ഒട്ടിപ്പിടിച്ചില്ലോ, പിന്നെ അതും കേടായില്ലോ, അതും കേടായി. പക്ഷെ ഇത്രയാക്കിയില്ലേ? അതെ, എനിക്കറിയില്ല അമ്മ എന്തിനാ പല്ല് നാക്ക് വരച്ച് ചുമ്മാ രസത്തിന് ഡീറ്റെയിൽ. ഇതന്നെ ഉണ്ടാക്കാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ കണ്ടില്ല, ഫൈനൽ ഇങ്ങനെയായി. എന്തായാലും ഓൾമോസ്റ്റ് ഇത് നിങ്ങൾ എങ്ങനെയൊക്കെയോ ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചു. കണ്ടോ ഈ വൈറ്റ് സാധനം എന്നിട്ടാണ് ഈ വൈറ്റ് സാധനം പല്ല് വെച്ചിക്കണം. ഇത് തെർമോക്കോള്. ഇത് ഷീറ്റാണ്, മറ്റേ A4 ഷീറ്റ്, നല്ല കട്ടിയിലെ കളർ ഷീറ്റ്. പിന്നെ ഇതൊക്കെ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തെടുത്തു, ഓരോ സൈസസ് ഓഫ് ടീത്തിന്റെ. നമുക്ക് പിന്നെ ഇത് പേപ്പറിൽ നമ്മൾ തെർമോക്കോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഇത് നമ്മൾ കളർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓരോ എവിടെയാണ് അതിൻ്റെ ടീത്തിൻ്റെ ഒക്കെ ഇത് മോളാർ, പ്രീമോളാർ, കാനിയൻ, ഇൻസിസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ടൈപ്സ് ഓഫ് ഹ്യൂമൻ ടീത്ത്. എൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞു കുട്ടികളെ. എങ്ങനെയൊക്കെയോ ഞാൻ അവസാനിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് വീഡിയോ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളത് വീഡിയോ എടുത്തില്ല, അല്ലെങ്കിൽ കുറെ നേരം പിടിച്ചാണ്. വീഡിയോ എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ തന്നെ ഇത് ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാണ്ട് നിൽക്കുകയായിരുന്നു. ഹൗസ് ഫൈനലി എങ്ങനെയൊക്കെയോ എത്തി ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ നിമിഷത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ സ്കൂളിൽ പോലെ ഞാൻ ചെയ്തിട്ടില്ല ഇതുപോലെയൊക്കെ. സോ ദിസ് ഈസ് ദ ഫൈനൽ. സ്കൂളിൽ പോകാൻ അങ്ങനെ 10 days ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട്, ഓണം ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണ് മക്രോണി? സ്കൂളിലേക്ക് അതെ മക്രോണിയാണ്. അത്ര എരിവൊന്നുമില്ല, അത്ര എരിവില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സോ എന്താ പറയുക, എല്ലാവരും പോയി. അനു സ്കൂളിൽ പോയി, വിക്രം കോഴിക്കോട് പോയി. ആള് നാളെ വരുള്ളൂ. പിന്നെ കുറച്ച് ദിവസം ഇതിന് മുന്നേ ആള് മധുരയിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാനും അനു മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ വീണ്ടും നാളെ എന്തായാലും ആൾ എത്തും. പിന്നെ അർജുന് പനിയാണ്, സ്കൂളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എക്സാം നടക്കുകയാണ് അവിടെ, ഫസ്റ്റ് മിഡ് ടേം എക്സാം. അവർക്ക് ഓണം കഴിഞ്ഞിട്ടാണ് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവന് പനിയുമായി. അപ്പോൾ വരണോ വേണ്ടേ, എങ്ങനെ എക്സാം അപ്പം മുടങ്ങും. അപ്പോൾ അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ നവോദയ അല്ലേ, മറ്റേ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ലീവ് എടുക്കണം. ഞങ്ങൾ എന്താ പറയുക, മറ്റേ പൂജ ഹോളിഡേയ്സിന് ഗോവയിൽ പോവാം. അപ്പോൾ അതിനും ലീവ് വേണം. ഇവർക്കാണെങ്കിൽ ലീവ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അർജുന്. അപ്പോൾ അത് വിഷയം. ആ സമയത്ത് അർണവിൻ്റെ സ്കൂളിൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 7th അവന് ഇവിടെ അനുവിന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് മിഡ് ടേം അവർക്ക് ഓണം കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അനുവിൻ്റെ ഒരു എക്സാം എന്തായാലും പോകും. ഞങ്ങൾ മൺഡേ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ എക്സാം പോകും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താ വേറെ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര ബോറിങ്. കുറേ നേരം ടിവിയും ഫോണും ഒക്കെ കണ്ടാലും നമുക്ക് കുറയുമ്പോൾ ബോറടിക്കും. ഒന്നും ചെയ്യാനില്ല, പിന്നെ ഭയങ്കര മടി, അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വേറെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഡെയിലി വ്ളോഗ്സ് ഇട്ടാലോ എന്നുള്ളത്. പക്ഷെ ഡെയിലി വ്ളോഗ്സ് ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. കാര്യമായിട്ടുള്ള
സത്യം പറഞ്ഞാൽ ഡെയിലി വ്ളോഗ്സ് ഇട്ടാൽ ഞാൻ ഒന്നും വിശേഷങ്ങളായിട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. വെറുതെ ചുമ്മാ ഞാനൊക്കെ ആണെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കാലത്തെയും ഫുഡും അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് TV കാണുക, ഫോൺ നോക്കുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. വേറെ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ഒരേ റൂട്ടീൻ പോലെയാണ്. അപ്പോൾ എന്നും ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഇടുമ്പോൾ പിന്നെ എനിക്ക് ഡെയിലി വ്ളോഗ്സ് എടുക്കാം, കാരണം ഈ പറഞ്ഞ പോലെ ചെറിയ മടിയുണ്ട്. അപ്പോൾ വിചാരിക്കുന്നു ഡെയിലി വ്ളോഗ്സ് ആയിട്ട് വന്നാലോ, ഐ തിങ്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് അങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഡെയിലി വ്ളോഗ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈറ്റിലൊക്കെ കൊടുത്ത് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ, അതായത് ഒരു വീക്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിപ്സ് എന്തൊക്കെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഇടാം, അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ പരീക്ഷണങ്ങളാണ്, നടക്കൂലെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം കേട്ടോ.